നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ കഴിഞ്ഞ കുറെ നാളുകളായി ഭരണം നടത്തുമ്പോൾ ജനാധിപത്യമാണ് അല്ലെങ്കിൽ ഫാസിസത്തിനെതിരെ എന്ന് പറഞ്ഞുകൊണ്ട് പലതരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്താറുണ്ട്. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ ജനങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിക്കലല്ല എന്ന് പലതവണ നമുക്ക് സർക്കാരുകളെ അല്ലെങ്കിൽ പിണറായി വിജയനെ ഓർമ്മിപ്പിക്കേണ്ടി വരുന്ന സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോൾ ഏറ്റവും അടുത്തുണ്ടായ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം കൊയിലാണ്ടിയിലെ ഒരു CPM പ്രവർത്തകന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ്. കൊയിലാണ്ടിയിൽ ഒരു CPM പ്രവർത്തകൻ മറ്റൊരു CPM പ്രവർത്തകന്റെ കൈകൊണ്ട് തന്നെ കൊല്ലപ്പെടുന്നു. കൊയിലാണ്ടിയിലെ CPM ലോക്കൽ സെക്രട്ടറി സത്യനാഥൻ മരിക്കുമ്പോൾ, കൊല ചെയ്യപ്പെടുമ്പോൾ, അതും അമ്പലപ്പറമ്പിൽ വെച്ച് ഉത്സവത്തിനിടയിൽ എല്ലാവരും കാണുകെ കുത്തിക്കൊലപ്പെടുത്തുമ്പോൾ പെട്ടെന്ന് തന്നെ കൈരളി ചാനൽ രംഗത്ത് വരുന്നു. കൈരളി ചാനൽ നൽകുന്ന വാർത്ത പ്രതിക്ക് RSSുമായി അടുത്ത കാലത്ത് അടുത്ത ബന്ധമുണ്ട് എന്നായിരുന്നു. ഏതായാലും കൊയിലാണ്ടിയിലെ ജനങ്ങൾ അവിടെയുണ്ടായ സംഭവം RSSുമായി ഒരു ബന്ധവുമില്ലാത്തതാണെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് ഒരു കലാപം ഉണ്ടാകുന്നതിൽ നിന്ന് ആ സംസ്ഥാനത്ത് ഒരു വലിയ കലാപം ഒഴിവായി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് മാത്രമല്ല, അതിനുശേഷം മാധ്യമങ്ങൾ പുലർത്തിയ വളരെ നിഷ്പക്ഷമായ ഒരു റിപ്പോർട്ടിംഗ് അതുകൂടി ആയതോടുകൂടി കൃത്യമായ ഒരു കലാപത്തിലേക്ക് കാര്യങ്ങൾ എത്തിയില്ല. എന്നാൽ ഇങ്ങനെ ഒരു മരണം നടന്നു എന്ന് കേട്ടപാടെ സ്വരാജ് അടക്കമുള്ള CPMന്റെ നേതാക്കൾ ഫേസ്ബുക്കിൽ പങ്കുവച്ചത് RSSന്റെ മറ്റൊരു ഇര കൂടി എന്നാണ്. പിന്നീട് അത് വ്യക്തിവൈരാഗ്യമാണെന്നും കുടുംബപരമായ പ്രശ്നമാണെന്നും തിരിച്ചറിയുകയും പിന്നീട് ആ പോസ്റ്റ് ഒരു നിവൃത്തിയുമില്ലാതെ വന്നപ്പോൾ സ്വരാജ് നീക്കം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായി ഇത്തരം ഒരു പോസ്റ്റ് കേരളത്തിൽ ആരെങ്കിലും ഇട്ടാൽ അത് വേറെ ഏതെങ്കിലും രാഷ്ട്രീയക്കാരനാണെങ്കിൽ രാഷ്ട്രീയ പ്രതിയോഗികളെ വകവരുത്താൻ പിണറായി വിജയൻ ഉപയോഗിക്കുന്ന ഒരു വകുപ്പുണ്ട്. അത് കലാപാഹ്വാനത്തിലുള്ള വകുപ്പാണ്. ഇന്ത്യൻ പീനൽ കോഡിലെ 153A ഇട്ടുകൊണ്ട് കേസെടുക്കുകയാണ് സാധാരണഗതിയിൽ ചെയ്യൽ. എന്നാൽ ഇന്നലെ അതുണ്ടായില്ല. കാരണം ഇത്തരത്തിലുള്ള തോന്നിവാസം കാണിച്ചത് സ്വരാജിനെ പോലെ ഉത്തരവാദിത്തപ്പെട്ടൊരു നേതാവായിട്ടുകൂടി എന്തുകൊണ്ടാണ് അത്തരമൊരു കേസിലേക്ക് പിണറായി വിജയൻ പോകാത്തത്? നമുക്കറിയാം, ശബരിമല സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള, ശബരിമല സമരത്തിൽ വളരെ സമാധാനപരമായി അവിടെ പ്രതിഷേധം നടത്തിയ ജനങ്ങൾക്കെതിരെ പോലും, അവിടുത്തെ സാധാരണക്കാരായ വീട്ടമ്മമാർക്കെതിരെ പോലും കലാപാഹ്വാനത്തിന് കേസെടുത്ത സർക്കാരാണ് സ്വരാജിന്റെ കാര്യത്തിൽ മൗനം പാലിക്കുന്നത്. പ്രത്യേകിച്ച് സ്വരാജിനെ പോലെ ഒരാൾ വളരെ കാര്യഗൗരവത്തോടു കൂടി സംസാരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് അത്തരമൊരു പരാമർശം നടത്തുമ്പോൾ കേസെടുക്കേണ്ടതല്ലേ? തീർച്ചയായും അണികൾ, പ്രത്യേകിച്ച് CPMന്റെ അണികൾ അന്ധരാണ്. എവിടെ നിന്നെങ്കിലും കിട്ടുന്ന ക്യാപ്സ്യൂളുകൾ വിഴുങ്ങിക്കൊണ്ട് എന്തു കുറ്റകൃത്യങ്ങളിലും ഏർപ്പെടാൻ മടിയില്ലാത്ത CPMന്റെ ആ അണികളെ ഇത്തരമൊരു വിഷയം ഉണ്ടായാൽ തന്നെ അതിനെ ശാന്തമാക്കി നിർത്തേണ്ട സർക്കാരിന്റെ ഭാഗമായ സ്വരാജ് എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു പോസ്റ്റ് ഇട്ടത്? കേരളത്തിലുടനീളം BJPയുടെ യാത്ര പുരോഗമിക്കുകയാണ്. മറ്റൊന്നും പറയാനില്ലാത്തതുകൊണ്ട് ചില കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട്, അതായത് ജാതീയപരമായി പോസ്റ്റ് ഇട്ടു. അതേ പോസ്റ്റ് തന്നെയാണ് പിണറായി വിജയനും SC/ST നേതാക്കന്മാരോട് സംവദിക്കുന്നു എന്ന് പറയുന്നു. അതേ മുഖാമുഖം എന്ന് പറയുന്നു. അപ്പോ പിണറായി വിജയൻ പറയുമ്പോൾ ഇതൊന്നും തെറ്റല്ല, മറ്റാരെങ്കിലും പറഞ്ഞാൽ തെറ്റാണെന്ന രീതിയിൽ കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ അല്ലെങ്കിൽ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തെ രൂപപ്പെടുത്താൻ CPM ശ്രമം നടത്തുന്നുണ്ട്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കെ സുരേന്ദ്രന്റെ യാത്ര കേരളത്തിലുടനീളം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ യാത്ര വിജയത്തിലേക്കാണ് എന്ന തിരിച്ചറിവ് CPMനുണ്ടായിട്ടുണ്ട്. സമീപകാലത്ത് മുമ്പെങ്ങുമില്ലാത്ത വിധം BJPയിൽ ഒരു ഐക്യം രൂപപ്പെട്ടിട്ടുണ്ട്. നേരത്തെയൊക്കെ എല്ലാ ഘട്ടത്തിലും BJPയെ അടിക്കാൻ ഉപയോഗിക്കുന്ന വടി BJPയിലെ ഗ്രൂപ്പിസമായി. എന്നാൽ ഇപ്പോൾ ആ ഗ്രൂപ്പിസത്തിന് കുറച്ചൊക്കെ അറുതി വന്നിരിക്കുന്നു. പലരും BJP അക്സെപ്റ്റ് ചെയ്തു തുടങ്ങിയിരിക്കുന്നു. സുരേഷ് ഗോപിയെ പോലുള്ള നേതാക്കന്മാർക്ക് പൊതുജന ശ്രദ്ധ കിട്ടുന്നു, ജനകീയനായി മാറുന്നു. ഇതൊക്കെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം തന്നെയാണ് CPMനെ ഇത്തരത്തിൽ വ്യാജ പ്രചരണം നടത്താനുള്ള ഒരു ശ്രമത്തിലേക്ക് മാറ്റുന്നു. ഇതിൽ ആദ്യത്തെ കുറ്റം ചെയ്തത് കൈരളിയാണ്. കൈരളിയെ പോലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു മാധ്യമം അത്തരമൊരു വാർത്ത നൽകുമ്പോൾ ഉണ്ടായേക്കാവുന്ന പ്രത്യാഘാതം, പ്രത്യേകിച്ച് കൊയിലാണ്ടിയിൽ ഒരു ക്ഷേത്രോത്സവത്തിനിടയിലാണ് ഈ സംഭവം നടക്കുന്നത്. ഇത്തരമൊരു വാർത്ത എവിടെ നിന്നെങ്കിലും കേട്ടാൽ ഉണ്ടാകാവുന്ന ഒരു പ്രത്യാഘാതം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അന്തംഗമികളായ അണികൾ എന്തും ചെയ്യും എന്ന് നമുക്കറിയാം. CPMകാരനായ, പ്രത്യേകിച്ച് ലോക്കൽ സെക്രട്ടറിയായ ഒരാളെ കൊലപ്പെടുത്തിയത് RSSകാരാണെന്ന് കേൾക്കേണ്ട താമസം ഉറപ്പായും അവിടെ ഒരു കലാപത്തിനുള്ള ശ്രമം ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും കൊയിലാണ്ടിയിൽ അത് സംഭവിച്ചില്ല എന്നുള്ളത് ഭാഗ്യം കൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ ജനങ്ങളുടെ സമയോചിതമായ ഇടപെടൽ, മറ്റു മാധ്യമങ്ങളുടെ സമയോചിതമായ ഇടപെടൽ കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് കേരളത്തിലെ സർക്കാർ ഏതെങ്കിലും തരത്തിൽ ധാർമ്മികതയുള്ള ഒരു സർക്കാരാണെങ്കിൽ ഈ വിഷയത്തിൽ സ്വരാജിനെതിരെ കേസെടുക്കേണ്ടതാണ്, കൈരളിക്കെതിരെ കേസെടുക്കേണ്ടതാണ്. കലാപാഹ്വാനത്തിന് നാട്ടിലുള്ള എല്ലാവർക്കുമെതിരെ കേസെടുക്കുന്ന കേരളത്തിലെ സർക്കാർ തീർച്ചയായും തീവ്രതയിളക്കുന്ന
ശ്രീമതി ടീച്ചറെ വിട്ടെങ്കിലും സ്വരാജ് പറഞ്ഞ ഈ പ്രസ്താവനയുടെ തീവ്രതയെങ്കിലും അളന്നു നോക്കേണ്ടതാണ്. സാധാരണഗതിയിൽ CPM-കാർക്ക് കേസ് വന്നാൽ അത് സ്ത്രീപീഡന കേസുകൾ പോലും തീവ്രത അളന്നുകൊണ്ടാണ് അവർ പരാതി എടുക്കുകയും അല്ലെങ്കിൽ ആ പരാതിക്കെതിരെ നടപടിയെടുക്കുകയും ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇനി PK ശ്രീമതി ടീച്ചറെ കൊണ്ട് ഇതിന്റെ തീവ്രതയൊന്ന് അളന്ന ശേഷമെങ്കിലും ആ റിക്ടർ സ്കെയിലൊന്ന് രേഖപ്പെടുത്തിയ ശേഷമെങ്കിലും ഇത്തരത്തിലൊരു പരാതി മറ്റുള്ളവരെ ബോധിപ്പിക്കാനെങ്കിലും പിണറായി വിജയൻ എടുക്കണം. കാരണം മറ്റുള്ള എല്ലാ നേതാക്കന്മാർക്കെതിരെയും ഇത്തരം കേസെടുക്കുമ്പോൾ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലൊരു വ്യാജ പ്രചരണം നടത്തിയ കൈരളി എന്ന് പറയുന്ന മാധ്യമത്തിനും അതുപോലെ തന്നെ CPM-ന്റെ നേതാവായ സ്വരാജിനെതിരെയും കേസെടുക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. മറ്റുള്ളവരെ ബോധിപ്പിക്കാനെങ്കിലും എന്ന് ഞാൻ അടിവരയിട്ട് പറയുന്നു. കാരണം മറ്റുള്ള എല്ലാ നേതാക്കന്മാർക്കെതിരെയും മറ്റുള്ള സാധാരണ സംഘടനാ പ്രവർത്തകർക്കെതിരെയും സാധാരണക്കെതിരെയും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു വകുപ്പ് പിണറായി വിജയൻ ഇപ്പോൾ സ്വന്തക്കാർക്ക് വേണ്ടി